ചെറിയ പെരുന്നാൾ ആഘോഷത്തോടെ ഒരു റംസാൻ കാലം കൂടി അവസാനിച്ചിരിക്കുകയാണ്. 18 വർഷമായി മുടങ്ങാതെ റംസാൻ വ്രതം അനുഷ്ഠിക്കുന്ന ഒരു നേതാവുണ്ട് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുന്നുണ്ട്. NCP സംസ്ഥാന വൈസ് പ്രസിഡന്റും കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനുമായ ശ്രീമതി ലതിക സുഭാഷാണ് അതിഥി. നമസ്കാരം ശ്രീമതി ലതിക സുഭാഷ്. വൈകിയെങ്കിലും ചെറിയ പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. 18 വർഷമായിട്ട് റംസാൻ വ്രതം എടുക്കുകയാണ്. എന്താണ് ഈ വ്രതാനുഷ്ഠാനത്തിന് പിന്നിലെ കാരണം? മുസ്ലിം സഹോദരങ്ങളോടുള്ള ഐക്യദാർഢ്യത്തിലും ഉപരിയായി ഞാൻ കൂടുതൽ സമയം കോട്ടയത്താണ്. എൻ്റെ ഹസ്ബൻഡ് സുഭാഷ് ചേട്ടനാണെങ്കിൽ എറണാകുളത്താണ്. അത് രണ്ടുപേരും പൊതുപ്രവർത്തനമാണ്. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് വളരെ കുറവാണ്. 2008 അദ്ദേഹം തന്നെ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഈ വർഷം മുതൽ നോമ്പെടുക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, ഞാനും അങ്ങനെയാണെങ്കിൽ എടുക്കും. നമുക്ക് രണ്ടുപേരുടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയം വളരെ കുറവല്ലേ, അതുകൊണ്ട് ഞാനും എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ KPCCയുടെ ഭാരവാഹിയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് യാത്രകളുണ്ട്. അത് ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും സാരമില്ല, തീർച്ചയായിട്ടും ഞാൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞ് ഇത്തവണ 18ാമത്തെ വർഷം 29 നോമ്പും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലഭിച്ചു. വലിയ സന്തോഷമാണ്, നല്ല ഒരു അനുഭവമാണത്. നമുക്ക് ഭക്ഷണത്തെ ക്രമീകരിക്കുവാനും മനസ്സിനെ പിടിച്ചു നിർത്താനും വിശപ്പും ദാഹവും ഒക്കെ അറിയാനും ഒക്കെ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് ഈ നോമ്പ്. ആദ്യമായി നോമ്പെടുത്തപ്പോൾ ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുസ്ലിമിന്റെ റംസാൻ നോമ്പ് എന്ന് പറഞ്ഞ ഒരു ഗദ്യ കവിത ഞാൻ എഴുതിയിരുന്നു. അതിനകത്ത് നോമ്പനുഭവങ്ങൾ മുഴുവനും ഉൾക്കൊള്ളുന്ന ഒരു കവിതയാണ് അത്. തീർച്ചയായിട്ടും ഇസ്ലാം മതവിശ്വാസി അല്ലാതിരുന്നിട്ടും റംസാൻ വ്രതം എടുക്കുകയാണ്. 2008 ആദ്യ നോമ്പെടുത്തത്. അന്ന് എഴുതിയ കവിത സൂചിപ്പിച്ചു ഫേസ്ബുക്കില്. കവിതയിൽ കുറിച്ചതുപോലെ തന്നെ നോമ്പിന് ജാതിയില്ല അല്ലേ? ഇല്ല, ഞാനത് അമുസ്ലിമിന് നോമ്പെടുക്കാമോ, ഗുരു പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, അപ്പോൾ നോമ്പിനും ജാതിയില്ല. നോമ്പ് എനിക്ക് അന്യമല്ല, 8 നോമ്പ്. എൻ്റെ അമ്മയൊക്കെ 8 നോമ്പ് എടുക്കുമായിരുന്നു മണലാട്ട് പള്ളിയിലെ. ഞങ്ങൾ എല്ലാവരും ഇപ്പോഴും എടുക്കാറുണ്ട്. തിങ്കളാഴ്ച നോമ്പോ ഷഷ്ടിവ്രതമോ ഏകാദശിയോ ഏതായാലും ഇത് വേറിട്ട നോമ്പുകാലം, ഓർമ്മിക്കാൻ ഒരു പട്ടിണിക്കാലം, വിശുദ്ധിയുടെ നന്മയുടെ സ്നേഹത്തിന്റെ സഹനത്തിന്റെ സഹയാത്രയ്ക്കാണ്. വിശപ്പും ദാഹവും അറിയാൻ വിശക്കുന്നവരിൽ മുഴുവാൻ, പ്രഭാത ഭക്ഷണം ഉച്ചയൂണ് ജലപാനം ഉപേക്ഷിപ്പാൻ ക്ഷണിക്കും വ്രതശുദ്ധിയുടെ നാളുകൾ. പൊരുളറിയാത്ത വ്യഥയിൽ അറിയാനാവതും ശ്രമിച്ചെങ്കിലും ഖുറാൻ ഓതാനോ സക്കാത്ത് വേണ്ട വിധത്തിൽ കൊടുക്കാനോ ഇല്ല കഴിഞ്ഞില്ലെനിക്ക്. എങ്കിലും ആശ്വസിപ്പൂ ഞാൻ പഠിക്കാനായി നോമ്പ് കാലത്ത്. വിശപ്പടക്കൽ ദാഹമകറ്റൽ സുഖങ്ങൾ തേടൽ ക്ഷണനേരത്തേക്കെന്ന തത്വം. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ചെറിയ പെരുന്നാൾ ആഘോഷമൊക്കെ? ആഘോഷം, ഞാനൊരു ശുദ്ധ വെജിറ്റേറിയനാണ്. അപ്പോ നോമ്പ് തുറക്കുമ്പോഴാണെങ്കിലും ഞാൻ വളരെ ലൈറ്റായിട്ട് രാവിലത്തെ ദോശമാവെല്ലാം ഉണ്ടെങ്കിൽ 2 ദോശ ചുട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു നോമ്പ് തുറയാണ്. സുഭാഷ് ചേട്ടൻ എന്നോടൊപ്പം ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനും കൂടെ ഭക്ഷണങ്ങൾ ഒരുക്കും. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചില്ലായിരുന്നു. തൊട്ടടുത്ത വീട്ടിലെ മുസ്ലിം സഹോദരി ഞങ്ങളുടെ അയൽക്കാരുടെ വീട്ടിൽ നിന്നും എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുതന്നു, വെജിറ്റബിൾ കറിയൊക്കെ ആയിട്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആഘോഷം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അത്തരം ആഘോഷങ്ങളില്ല. എങ്കിൽ പോലും സന്തോഷമായി നോമ്പനുഭവങ്ങൾ പലരുമായി പങ്കുവെച്ച് ഇന്ന് വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി. തീർച്ചയായിട്ടും ഇനിയുള്ള വർഷങ്ങളിലും തുടർന്ന് നോമ്പെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി ലതിക സുഭാഷ്. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്.